പാലത്തായി പീഡനാരോപണ കേസിൽ കുറ്റപത്രത്തിലെ ന്യൂനതകൾ അക്കമിട്ട് നിരത്തി മുൻ ഡിവൈഎസ്പി റഹീം. അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും കുട്ടി പീഡനത്തിനിരയായി എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ലെന്നും മുൻ ഡിവൈഎസ്പിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി അന്വേഷണം നടത്തിയ ഡിവൈഎസ്പി ടി കെ രത്നകുമാറിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും റഹീം പറയുന്നു. ചമച്ചതാണെന്ന് തുടക്കം തൊട്ടേ ആരോപണമുയർന്ന കേസാണ് പാലത്തായി പീഡനാരോപണ കേസ്. പാലത്തായി കേസ് പോക്സോ കേസ് ദുരുപയോഗം ചെയ്തതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് പറഞ്ഞ അതേ റിട്ടയേർഡ് ഡിവൈഎസ്പി റഹീമാണ് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുറ്റപത്രത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇരയുടെ മൊഴികളിൽ പലതും ഭാവനയാണെന്ന് കുറ്റപത്രത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കുട്ടി പറഞ്ഞുകൊടുത്ത സ്ഥലമല്ല ഏറ്റവും ഒടുവിലത്തെ അന്വേഷണ സംഘം സംഭവ സ്ഥലമായി രേഖപ്പെടുത്തിയത്. ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന ലാഘവത്തോടെ പീഡനം നടന്നു എന്ന് പറയുന്ന സ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇരിക്കട്ടെ, ബിഗ് സല്യൂട്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി കെ രത്നകുമാറിനോട് റഹീം പറയുന്നു. ആ സംഭവ സ്ഥലത്ത് നിന്ന് മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തിയാകട്ടെ അതിലും അപാരമെന്നും പരിഹസിക്കുന്നു. കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടല്ലോ എന്നും റിട്ടയേർഡ് ഡിവൈഎസ്പി റഹീം ചോദിക്കുന്നു. പറഞ്ഞ വസ്തുതകളിൽ എന്തെങ്കിലും പാളിച്ചകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അവ വസ്തുനിഷ്ഠമായി ബോധിപ്പിച്ചാൽ തെറ്റേറ്റു പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നും റഹീം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. ജനം, കണ്ണൂർ.